ഇന്ന് 10 മണിക്ക് തന്നെ നമ്മുടെ ബാർ കൗൺസിലിലെ എൻറോൾമെന്റ് ഫംഗ്ഷൻ ആരംഭിക്കും. അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. എൻറോൾമെന്റിന്റെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങളെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും എൻറോൾമെന്റ് കമ്മിറ്റിയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കോവിഡ് സിറ്റുവേഷനിൽ ഇന്ത്യയിൽ തന്നെ കേരള ബാർ കൗൺസിലാണ് ഓൺലൈൻ മുഖാന്തരം എൻറോൾമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 361 പേര്, അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം, ചരിത്രത്തിന്റെ 2ാം ഭാഗം എന്ന് പറയാം, നിങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് അറിയാം. ഇന്ന് എൻറോൾമെന്റ് ചെയ്തതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ചിലത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് നിങ്ങൾ ഓൺലൈനിലൂടെ എൻറോൾമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ബാർ കൗൺസിൽ നേരിട്ട് വന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങണം. ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് ശേഷം നിങ്ങൾ 2 വർഷത്തിനകം ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ അഥവാ എയ്ബിന്റെ എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായിരിക്കണം. 2010 മുമ്പ് LLB പാസ്സായ ആരും എയ്ബ് പാസ്സാകേണ്ടതില്ല, എയ്ബ് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. 2010 ശേഷം LLB പാസ്സായിട്ടുള്ള എല്ലാവരും, ഇന്ന് എൻറോൾ ചെയ്യുന്ന എല്ലാവരും 2 വർഷത്തിനകം എയ്ബ് പരീക്ഷ, ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പരീക്ഷ പാസ്സായിരിക്കണം. അതുപോലെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ എവിടെയാണോ പ്രാക്ടീസ് ചെയ്തത് ആ പ്രദേശത്തെ ബാർ അസോസിയേഷനിൽ, ഏതെങ്കിലും ബാർ അസോസിയേഷനിൽ അംഗത്വം എടുക്കണം. അത് കഴിഞ്ഞാൽ 5 വക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ വെൽഫെയർ ഫണ്ടിൽ നിങ്ങൾക്ക് അംഗമാകാം. 5 വക്കാലത്ത് ഇട്ട ആർക്കും 500 രൂപ അടച്ച് വെൽഫെയറിൽ ചേരാം. റിട്ടയർ ചെയ്ത ആളുകൾക്ക് വെൽഫെയറിൽ ചേരാൻ അവകാശമില്ല ആ ആക്ട് അനുസരിച്ച്. അതുപോലെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അഭിഭാഷകർ പാലിക്കേണ്ടതായ സർവ്വ മര്യാദകളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കോടതിയോടും കക്ഷികളോടും ബഹുമാനവും സ്നേഹവും എല്ലാം പുലർത്തിക്കൊണ്ടും കക്ഷികളോട് 100% ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടായിരിക്കണം പ്രാക്ടീസ് നടത്തേണ്ടത്. അഭിഭാഷകനായതിനു ശേഷം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു തെറ്റുകൾക്കും, മിസ്കോണ്ടക്റ്റിനും ബാർ കൗൺസിലിന്റെ കീഴിലാണ് നിങ്ങൾക്ക് ശിക്ഷ വിധേയരാകേണ്ടത്. അതുകൊണ്ട് വക്കീലന്മാരായ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാക്ടീസ് നടക്കണം. മറ്റൊന്ന്, എൻറോൾ ചെയ്തതിനു ശേഷം സ്വകാര്യ ജോലിയോ ഗവൺമെന്റ് ജോലിയോ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ വന്നാൽ സസ്പെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ജോലിയിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ഈ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ എയ്ബ് പരീക്ഷ പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താനുള്ളത്. ഏതായാലും ഇന്ന് എൻറോൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ അഭിഭാഷകർക്കും ബാർ കൗൺസിലിന്റെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ തരുന്നു, ആശംസകൾ നേരുന്നു. എൻറോൾമെന്റ് ചടങ്ങ് ആരംഭിക്കുകയാണ്. വെൽക്കം അഡ്രസ് ചെയ്യുന്നതിനായി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ബാർ കൗൺസിലിന്റെ എൻറോൾമെന്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഐ റിക്വസ്റ്റ് ശ്രീ സന്തോഷ് കുമാർ ടു അഡ്രസ്. ബഹുമാന്യനായ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ അഡ്വക്കേറ്റ് മനോജ് കുമാർ അവരുടെ, ബഹുമാന്യരായ ബാർ കൗൺസിൽ അംഗങ്ങളെ, അഭിഭാഷകരാകാൻ ഭാഗ്യം സിദ്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സുഹൃത്തുക്കളും, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. കൊറോണ വ്യാപനത്തെ തുടർന്നുണ്ടായ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകാൻ നിർബന്ധിതരായ പശ്ചാത്തലത്തിൽ കേരള ബാർ കൗൺസിൽ ഇത് 2ാമത് തവണയാണ് ഓൺലൈൻ എൻറോൾമെന്റ് സംഘടിപ്പിക്കുന്നത്. ഈ സംവിധാനത്തോട് സഹകരിച്ച എല്ലാവർക്കും ബാർ കൗൺസിലിന് വേണ്ടി ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുടെ പുണ്യദിനമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവിതചര്യയിലേക്ക് നിങ്ങൾ ചുവടുവയ്ക്കുകയാണ്. ദിവ്യവും സമർപ്പിതവുമായ പ്രവൃത്തി മേഖലയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.
അഭിഭാഷക വൃത്തി ശ്രേഷ്ഠവും മഹത്തരവും അതിൻ്റെ അന്തസ്സും കുലീനതയും മാന്യതയും കാത്തുസൂക്ഷിക്കാൻ ഓരോ അഭിഭാഷകരും പ്രതിജ്ഞാബദ്ധരാണ്. കഠിനാധ്വാനവും ആത്മാഭിമാനവും നിസ്വാർത്ഥതയും മനുഷ്യ സ്നേഹവും ഒരു അഭിഭാഷകന്റെ മുഖമുദ്രയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മികവാർന്ന പ്രവൃത്തി മണ്ഡലം തലമുറകൾക്ക് തണലാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വേദിയുടെ അധ്യക്ഷൻ ആദരണീയനായ കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ. അദ്ദേഹം കോട്ടയം ജില്ലയിൽ മങ്കാട് കുടുംബത്തിൽ മുൻ നിയമസഭാംഗം പരേതനായ അഡ്വക്കേറ്റ് കടയണിക്കാട് പുരുഷോത്തമൻ പിള്ളയുടെയും സുഭദ്രാമ്മയുടെയും മകനായി ജനിച്ചു. വാഴൂർ NSS ഹൈസ്കൂളിലും ചങ്ങനാശ്ശേരി NSS കോളേജിലും തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1985 അഭിഭാഷകനായി എൻറോൾ ചെയ്ത് പിതാവിൻ്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം അഡ്വക്കേറ്റ് ബംഗാരൂർ ചന്ദ്രശേഖരൻ നായരുടെ ജൂനിയറായി തിരുവനന്തപുരം തൻ്റെ കർമ്മമണ്ഡലമാണ്. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റായി 6 തവണ അദ്ദേഹം തിരഞ്ഞെടുത്തു. 1965 ബാലവേദിയുടെ പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവേശനം ആരംഭിച്ചു. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതാവ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ നേതൃസ്ഥാനം വഹിച്ച അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. ശ്രേഷ്ഠനായ അഭിഭാഷകൻ, നൈപുണ്യമുള്ള ഭരണാധികാരി, നിസ്വാർത്ഥനായ ജനസേവകൻ എന്നീ നിലകളിൽ അങ്ങ് താങ്കളുടെ കഴിവുകളും സത്യനിഷ്ഠയും സദാചാര ബോധവും തെളിയിച്ചിരിക്കുന്നു. അഭിഭാഷകരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകൾ മറന്നുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ഓടിയെത്തുന്ന അങ്ങയുടെ നേതൃത്വം കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിന്റെ മുതൽക്കൂട്ടാണ്. അങ്ങേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് N. മനോജ് കുമാർ, ബഹുമാന്യനായ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കുമാർ, അദ്ദേഹം ഇന്ന് എൻറോൾമെന്റ് സന്ദേശം നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ അദ്ദേഹം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈസ് ചെയർമാനാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ് ജന്മസ്ഥലം. 1992 എറണാകുളം ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടി അഭിഭാഷകനായി എൻറോൾ ചെയ്തു. സീനിയർ അഡ്വക്കേറ്റ് ശിവശങ്കര പണിക്കർ, ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ എന്നിവരുടെ ജൂനിയറായി കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ആരംഭിച്ചു. കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം 2016 മുതൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി പ്രവർത്തിച്ചു വരുന്നു. അഭിഭാഷകൻ എന്ന നിലയിൽ ദീർഘകാലമായി സമർത്ഥതയും പ്രാഗൽഭ്യവും അനുവർത്തിച്ചു വരുന്ന താങ്കളുടെ സന്ദേശം നവ അഭിഭാഷകരുടെ പ്രവൃത്തി മേഖലയിൽ മാർഗദർശകമാകട്ടെ. അഡ്വക്കേറ്റ് മനോജിന് ഈ വേദിയിലേക്ക് സ്വാഗതം. ഈ വേദി ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാർ കൗൺസിൽ അംഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു. അഡ്വക്കേറ്റ് ചെറിയൻ D. വർഗീസ് ഓണററി സെക്രട്ടറിയാണ്. അദ്ദേഹം തിരുവല്ല ബാറിൽ അഭിഭാഷകനാണ്, സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹം കേരള റൂൾസ് കമ്മിറ്റി, കേരള ബാർ കൗൺസിൽ റൂൾസ് കമ്മിറ്റി ചെയർമാൻ. അഡ്വക്കേറ്റ് KK നസീർ, അദ്ദേഹം ബാർ കൗൺസിലിൻ്റെ ട്രഷററാണ്, അതുപോലെ എൻറോൾമെന്റ് കമ്മിറ്റി മെമ്പറുമാണ്. അഡ്വക്കേറ്റ് പള്ളിച്ചൽ പ്രമോദ്, അദ്ദേഹം തിരുവനന്തപുരം കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നു, എൻറോൾമെന്റ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം വെൽഫെയർ
സെമിനാർ കമ്മിറ്റി ചെയർമാൻ. അഡ്വക്കേറ്റ് ടി.എസ്. അജിത്, അദ്ദേഹം ചാവക്കാട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെടുന്നത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ മുൻ മെമ്പറായിരുന്നു അദ്ദേഹം. ശ്രീ അഡ്വക്കേറ്റ് രാമൻകുട്ടി, അദ്ദേഹം തൃശ്ശൂർ ബാറിലെ അഭിഭാഷകനാണ്. നമ്മുടെ ബാർ കൗൺസിലിലെ ഏറ്റവും സീനിയർ അഭിഭാഷകനാണ് അദ്ദേഹം. ഇത് 5ാമത് തവണയാണ് ബാർ കൗൺസിൽ മെമ്പറാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം തിരുവനന്തപുരത്തോടെ എറണാകുളം ഹൈക്കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അദ്ദേഹം കേരള ബാർ കൗൺസിലിലെ മുൻ ചെയർമാനാണ്. 3ാമത് തവണയാണ് അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം തൊടുപുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, സീനിയർ മെമ്പറാണ്. അദ്ദേഹം 2 തവണ ബാർ കൗൺസിൽ ചെയർമാനായിട്ടുണ്ട്. കൊല്ലം കോടതിയിൽ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മൊയ്തീൻ, അദ്ദേഹം മഞ്ചേരി കോടതിയിലെ അഭിഭാഷകനാണ്. ജൂനിയർ ലായേഴ്സ് വെൽഫെയർ ഫണ്ട് കമ്മിറ്റി ചെയർമാൻ. അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ, അദ്ദേഹം ബാർ കൗൺസിലിന്റെ വഖഫ് ബോർഡിലേക്ക് നിയോഗിക്കപ്പെട്ട മെമ്പറാണ്, സീനിയർ മെമ്പറാണ്. അദ്ദേഹം നമ്മുടെ ഡിസിപ്ലിനറി കമ്മിറ്റി ചെയർമാനാണ്. തലശ്ശേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. അഡ്വക്കേറ്റ് അജിതൻ നമ്പൂതിരി, അദ്ദേഹം കോട്ടയം ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം ബാർ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനാണ്. അഡ്വക്കേറ്റ് രാജ്കുമാർ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് സജീവ് ബാബു, കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. ബഹുമാന്യരായ ബാർ കൗൺസിൽ അംഗങ്ങളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റു അംഗങ്ങളും ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ നമ്മുടെ എൻറോൾമെൻറ്റ് ഫംഗ്ഷൻ ഇത്രയും ഭംഗിയാക്കുന്നതിലേക്ക് വേണ്ടി ബാർ കൗൺസിലിനെ സഹായിച്ചു വരുന്ന ബാർ കൗൺസിലിലെ സെക്രട്ടറി ശ്രീ അജയനും അതുപോലെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ശിവരാമനും ബാർ കൗൺസിൽ ജീവനക്കാർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൺലൈൻ സംവിധാനത്തിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ഷമീമിനും അതുപോലെ തന്നെ ഷിബുവിനും സ്വാഗതം. മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. അതുപോലെ ഇന്ന് അഭിഭാഷകരാകാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അവരോട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും സ്വാഗതം. താങ്ക് യു സന്തോഷ് സാർ. അടുത്തതായി ഹോണറബിൾ ചെയർമാൻ ബാർ കൗൺസിൽ ഓഫ് കേരള സ്പീച്ചാണ്. ഐ റിക്വസ്റ്റ് ഹോണറബിൾ ചെയർമാൻ ശ്രീ കെ.പി. ജയചന്ദ്രൻ ടു ഡെലിവർ സ്പീച്ച്. പ്രിയപ്പെട്ട ബാർ കൗൺസിൽ എൻറോൾമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ, എൻറോൾമെൻറ്റ് കമ്മിറ്റിയുടെ അംഗങ്ങളായ ബാർ കൗൺസിലിൻ്റെ ട്രഷറർ കൂടിയായ കെ നാസർ, പണ്ഡിറ്റ് എസ്.കെ. പ്രമോദ്, ഈ എൻറോൾമെൻറ്റ് ചടങ്ങിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗം അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ, ബാർ കൗൺസിലിൻ്റെ ഓണററി സെക്രട്ടറി അഡ്വക്കേറ്റ് ചെറിയാൻ ഗി വർഗീസ്, ബാർ കൗൺസിൽ മുൻ ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ സാർ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുൻ അംഗം അഡ്വക്കേറ്റ് ടി.എസ്. അജിത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് അജിതൻ നമ്പൂതിരി, പ്രിയപ്പെട്ട ബാർ കൗൺസിൽ അംഗങ്ങളെ, ബാർ കൗൺസിലിൻ്റെ ജോയിന്റ് സെക്രട്ടറി ശിവരാമൻ, മറ്റ് ജീവനക്കാർ, അഭിഭാഷക വൃത്തിയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളും ആയ പ്രിയപ്പെട്ട ബഹുമാനരായ ഗുരുജനങ്ങളെ,
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ LLB ബിരുദം നേടിയതിനു ശേഷം അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെയിരുന്ന നൂറുകണക്കിന് നിയമ ബിരുദധാരികളെ എത്രയും പെട്ടെന്ന് അഭിഭാഷക വൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ബാർ കൗൺസിലുകളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓൺലൈൻ എൻറോൾമെൻറ്റിന് ബാർ കൗൺസിൽ ഓഫ് കേരള തയ്യാറായത്. ഇന്ത്യയിലെ ഒരു ബാർ കൗൺസിലുകളും ചെയ്യാത്ത ഒരു സാഹസികമായ അധ്വാനമാണ് കേരള ബാർ കൗൺസിൽ ഏറ്റെടുത്തത്. 2020 ഏപ്രിൽ മാസം 19-ാം തീയതി 785 ആളുകളെ ഫിസിക്കലായി എൻറോൾ ചെയ്യിക്കണം എന്ന തീരുമാനം ഉണ്ടായിരിക്കെ അപ്രതീക്ഷിതമായി മാർച്ച് മാസത്തിൽ ഉണ്ടായ ലോക്ക്ഡൗൺ, ആ ലോക്ക്ഡൗണിന് ശേഷം ഒരുമിച്ച് ആളുകൾക്ക് കൂടാൻ കഴിയാത്ത സാഹചര്യം നിലവിലിരിക്കെ എല്ലാ അപേക്ഷകരുടെയും നിർദ്ദേശം മാനിച്ചുകൊണ്ടും പൊതുവായി ബാർ കൗൺസിൽ മെമ്പർമാരെ നേരിട്ട് കൂടാൻ കഴിയാതെ ടെലിഫോണിൽ കൂടിയുള്ള അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുമാണ് സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബാർ കൗൺസിലുകളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യമായി ഓൺലൈൻ എൻറോൾമെൻറ്റ് 2020 ജൂൺ മാസം 27-ാം തീയതി 785 ആളുകളെ എൻറോൾ ചെയ്യിച്ചുകൊണ്ട് സംസ്ഥാന ബാർ കൗൺസിൽ അതിന് തുടക്കമിട്ടു. 2020 ജൂൺ മാസം 27-ാം തീയതിക്ക് ശേഷം ഇങ്ങനെ ഓൺലൈൻ എൻറോൾമെന്റ് നടത്തി എന്ന വിവരം ഇന്ത്യയിലെ മുഴുവൻ ബാർ കൗൺസിലുകളും അറിഞ്ഞുവെങ്കിലും നമ്മൾ നടത്തുന്ന പോലെയുള്ള ഒരു സാഹസികമായ എൻറോൾമെന്റ് നടത്താൻ മറ്റൊരു ബാർ കൗൺസിലുകളും തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിനുശേഷമാണ് ഇന്ന് 361 അപേക്ഷകരെ നിയമ ബിരുദധാരികൾ അഭിഭാഷകരായി ഈ അഭിഭാഷക വൃത്തിയിലേക്ക് കേരളത്തിലെ അഭിഭാഷക സമൂഹത്തിൻ്റെ ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ എൻ്റെ ഒരു സാഹചര്യം വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു എൻറോൾമെന്റ് നടത്താൻ ഓൺലൈനായി നിങ്ങളെ എല്ലാവരെയും അഭിഭാഷകരായി എത്രയും പെട്ടെന്ന് അഭിഭാഷക വൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്ന് സംസ്ഥാന ബാർ കൗൺസിലിന് ഒരു നിർബന്ധമുണ്ടായിരിക്കെ ഈ ബാർ കൗൺസിലിനെതിരായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആപ്ലിക്കൻസ്, അത് കേൾക്കുന്ന ആളുകൾക്കറിയാം ആരാണ് എന്നുള്ളത്, വളരെ നിരുത്തരവാദപരമായി യാതൊരു സത്യവുമില്ലാത്ത ചില കാര്യങ്ങൾ പുതിയ അപേക്ഷകരെയും പുതുതായി വരുന്ന ആളുകളെയും നിലവിൽ ചില ഗ്രൂപ്പുകളിൽ എഴുതി വിടുന്നത് അവരവർക്കറിയാം. അങ്ങനെ ഗ്രൂപ്പുകളിൽ എഴുതുന്നത് അതൊരു മാന്യതയാണ് എന്ന് ധരിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാറുള്ളത്. സംസ്ഥാന ബാർ കൗൺസിലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ അഭിഭാഷകരുടെയും ക്ഷേമത്തിനാവശ്യമായ, മുഴുവൻ അഭിഭാഷകരെയും അവരുടെ തൊഴിലിനനുസൃതമായ രീതിയിലുള്ള അന്തസ്സും ആഭിജാത്യവും കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ബാർ കൗൺസിലിന്റെ നടപടികളെ കുറ്റപ്പെടുത്തുക, ബാർ കൗൺസിലിന്റെ അഡ്വക്കേറ്റ്സ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ തുടക്കത്തിലെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ തീർച്ചയായും ബാർ കൗൺസിലിന്റെ ഒരു ചെയർമാൻ എന്ന നിലയിൽ പറയുന്നു, ഇത് പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് ഓർ അതർ മിസ്കോണ്ടക്റ്റിൽ വരുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ ബാർ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും കൊണ്ട് ഈ ബോഡി തീരുമാനിക്കും. അതുകൊണ്ട് ഇത് ആരാണോ അങ്ങനെ എഴുതിയത് അത് മനസാക്ഷി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളുടെ വാസ്തവം മനസ്സിലാക്കി ആ വാസ്തവം എഴുതി പിൻവലിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറ്. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും വായിച്ചല്ലോ, ഈ ബാർ കൗൺസിൽ എന്താ അനധികൃതമായി പൈസ പിടിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. ഈ ബാർ കൗൺസിലിന്റെ സാമ്പത്തിക ഭദ്രതയെ പറ്റി അല്ലെങ്കിൽ ഈ ബാർ കൗൺസിലിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അഡ്വക്കേറ്റ്സ് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ എൻറോൾ ചെയ്യുമ്പോൾ എൻറോൾമെന്റ് ഫീ വാങ്ങേണ്ടത്, അതിന്റെ കൂടെയുള്ള മറ്റു കാര്യങ്ങൾ
അത് അറിയിക്കുകയും അത് അടച്ചതിന് ശേഷം ബാർ കൗൺസിൽ ഒരു വലിയ അപരാധം ചെയ്തു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ എഴുതി പ്രചരിപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു സംവിധാനം ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇന്ന് ഞാൻ നാളെ മറ്റാരെങ്കിലും ഈ ചെയർമാൻ സ്ഥാനത്ത് വന്നാലും മറ്റാരെങ്കിലും ഇരിക്കുന്ന അംഗങ്ങളായി വന്നാലും ബാർ കൗൺസിൽ കർശനമായ നടപടിയെടുക്കുവാൻ നിർബന്ധിതരായിത്തീരും എന്നുള്ളത് തുടക്കത്തിലെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യങ്ങളും എനിക്ക് പറയാനില്ല. ഇവിടെ കീനോട്ട് അഡ്രസ് നടത്തുന്ന മനോജ് ഉണ്ട്. ഒരു അഭിഭാഷകൻ എങ്ങനെയായിരിക്കണം, അഭിഭാഷക വൃത്തി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഇൻട്രോഡക്ടറി സ്പീച്ച് എന്ന നിലയിൽ നാസർ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളൊരു പുതിയ തൊഴിലിലേക്ക് കടക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ. നമ്മൾ ആരാകണം എന്ന് തീരുമാനിച്ച് നമ്മൾ സ്വയം തീരുമാനമെടുത്ത് ഈ തൊഴിലിലേക്ക് കടന്നു വന്ന് ഈ തൊഴിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സമൂഹത്തിലെ ഏറ്റവും മാന്യതയും ഏറ്റവും അന്തസ്സും ഏറ്റവും ആഭിജാത്യവുമുള്ള ഒരു തൊഴിൽ. ആ തൊഴിൽ ചെയ്യുന്നതിന് നിങ്ങൾ എല്ലാവരും ഇന്ന് തയ്യാറാവുന്നു. എത്രയോ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് നിങ്ങളെ എൻറോൾ ചെയ്യിച്ച് അഭിഭാഷകരാക്കാം എന്നുള്ളത് ബാർ കൗൺസിൽ തീരുമാനിച്ചത്. ഈ തൊഴിലിന് ഒരു കാര്യം അറിയണം, നമ്മൾ അഭിഭാഷകരായിരിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരായാലും ഒരുപാട് സീനിയേഴ്സ് ആയാലും നിങ്ങളായാലും എല്ലാവരും ഈ തൊഴിലിൽ വിദ്യാർത്ഥികളാണ്. ഈ തൊഴിലിൽ ആരും അധ്യാപകരില്ല, മുഴുവൻ ആളുകളും വിദ്യാർത്ഥികളാണ്. എനിക്കറിയാവുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം എനിക്കറിയില്ല, ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥികളായ നമ്മളെല്ലാം അഭിഭാഷക വൃത്തിയെപ്പറ്റി പഠിക്കുകയും മറ്റ് സീനിയർ അഭിഭാഷകർ കോടതികളിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നോ അവ കണ്ടും കേട്ടുമൊക്കെ പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു നല്ല അഭിഭാഷകനോ ഒരു നല്ല അഭിഭാഷകയോ ആകാൻ നമുക്ക് കഴിയൂ എന്ന കാര്യം എല്ലാവരും അറിയണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല, കാരണം 11 മണിക്ക് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം, വളരെ നാളുകളായി കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷം സൂചിപ്പിച്ചതുപോലെ ആ ഒരു സുദിനം അതിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചത് ആർക്കും വ്യക്തിപരമായ ഒരു വിഷമം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതല്ല. ചെയ്ത ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇരിക്കുന്ന പല മെമ്പർമാർക്ക് പോലും എന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് എന്ത് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലും ഇവിടെ അറിയും, ബാർ കൗൺസിലിൽ കിട്ടും എന്നുള്ളത് മാത്രം ആലോചിക്കുക. അപ്പോൾ ആരെയും വ്യക്തിപരമായി വേദനിപ്പിച്ചതോ ഒരുപക്ഷെ നിങ്ങളാരും മനഃപൂർവ്വം എഴുതിയതോ ആയിരിക്കില്ല. ആ കാര്യത്തിലൊക്കെ ഒരു 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 അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷികയാകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം വഹിക്കുമ്പോൾ ആ മാന്യത എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്നൊന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ പുതിയ തൊഴിലിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ഇന്നത്തെ ഈ 361 അഭിഭാഷകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ 361 ആളുകൾക്കും പുതിയ ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you very much, Honorable Chairman. Now I request Honorable Member Bar Council of India to deliver enrollment address. Advocate K.P. Jayachandran, Chairman of the Bar Council of Kerala. Advocate P. Santosh Kumar, Chairman, Enrollment Committee, Bar Council of Kerala. Shri Cherian Givargis, Foundry Secretary, Bar Council of Kerala. Advocate K.K. Nasser and Shri S.K. Pramod, members of the Enrollment Committee, officers and staff of the Bar Council, other honorable members of the Bar Council of Kerala, my friends who are enrolling today, their family members, ladies and gentlemen. It's indeed a great privilege and honor for me to deliver enrollment message on the second online enrollment function organized by the Bar Council of Kerala. Today will be an important day for all of you because you are entering into a new phase of your life. You are venturing into a new profession with almost all of you becoming a professional for the first time in your life. Please cherish this day forever in your life because on this day
you are becoming the members of an august fraternity, an extended family of esteemed lawyers and judges, a family which you can always be proud of. The family comprising of the legends like the one and only Mahatma Gandhi, the father of our nation, Dr. B.R. Ambedkar, the chairman of our Constituent Assembly, Chief Justice John Marshall, President Abraham Lincoln, Justice Benjamin Cardoso, Motilal Nehru, M.C. Setilwa, Lord Denning, Justice M.C. Shagla, Justice V.R. Krishnaiyer, H.M. Srivar, Nani Palkiwala, Justice K.K. Matthews, Justice H.R. Gaina, Palias Nariman, Ramjit Elani, to name a few. To quote Daniel Webster, the famous American lawyer and statesman, justice is the greatest interest of man on earth. A legal professional, in his or her enduring quest for securing justice for lesser mortals, is certainly engaged in a noble professional calling. A lawyer is upholder and protector of law. His or her quest is the fearless justice and always desire for equality and human dignity. Legal profession touches human lives in myriad and varied ways. Law is not just a career, but is a way of life. From this moment onwards, all through your life, unless you give this noble profession for inferior vocations, you will be immersed in the practice and interpretation of law. Our judiciary enjoys tremendous public confidence and is the most important and the least tainted of the three pillars of our democracy. The entire legal fraternity is part of our judiciary when defined on a wider perspective. Lawyers are termed to be officers of the court and are often described as vanguards of Indian Constitution and as protectors of its basic structure. Therefore, you should always be conscious of the nobility and dignity of the legal profession as much as you are proud of being a legal professional. A true lawyer must always intend to keep up the nobility demanded from him or her. As a lawyer, you are in a profession which mandates standards for entry into it and the rules of ethics in its practice. Our venture as lawyers must only to be provide the best assistance to the disadvantaged and to protect the legal rights of the clients who approach us. Our job stops at that, and it must not be our lookout that we win every case at any cost and under all circumstances. To quote Gandhiji, the true function of a lawyer is to unite parties driven as under. Persons belonging to the legal profession have always been considered as an elite class by the society, though that is a debatable point. But lawyers have always been in the vanguard of progress and development of not only law, but the polity as a whole. It is said that citizenry looks at the lawyers with hope and expectations for traversing on the new paths and virgin fields to be marched by the society. Lawyers who are professionally responsible stratum of the population are obliged to utilize their skills for the socio-political modernization of the country. The nobility of the legal profession lasts only so long as the members maintain their commitment to the integrity and service to the community. Indeed, the monopoly conferred on the legal profession by the Parliament is coupled with a responsibility towards the people, especially the poor. Having come out of the law schools, you all will definitely be privy to the final aspects of Indian Constitution and certainly will be aware of the fundamental duty expected of every citizen under Article 51AH, that is, to strive towards excellence in all spheres of individual and collective activity. Being a constitutional mandate, we, the legal professionals, are duty-bound to be more resourceful in our strives for excellence, which can be best accomplished only through hard work. Enthusiasm for sustained hard work and continued learning are necessary concomitants of success in legal profession. This is a profession needing no investment except in terms of hard work. It entails a lifelong earning. According to Ramjit Melani, the heart of success in the legal profession is industry. It means it is meant for people who are capable of extreme hard work. As a legal professional, one should be ready to work round the clock. It is often said that law is a jealous mistress, and a legal professional needs to dedicate considerable time for his or her career.
You might be well versed with a bare text version of various major and minor acts. A detailed study of various such legislation by taking recourse to the latest books by renowned legal scholars with commentaries based on relevant case law is a must for legal professionals. A good lawyer must always acquaint himself with the relevant law, including case law. A lawyer must always keep himself informed and be up to date with all reported judgments and decisions of the Supreme Court and High Courts. Timely updation of jurisprudential developments and latest presidential case can be had by reading law reporting periodicals. There is no option for us but to read to strive for excellence in legal profession. To quote Thomas Jefferson, a renowned lawyer who later became the President of the United States, a lawyer without books would be like a workman without tools. Many of you will be aspiring to be litigant lawyers. You are not born a lawyer, and so you need to give yourself the room to evolve into a lawyer. Hard work, and hard work is the only motto for success as a litigating lawyer. Despite the best efforts of the Bar Council of India, the law schools still do not equip us fully to becoming a practicing lawyer. We don't become a lawyer when we graduate from a law college. As we step into litigation, we come to know that we know nothing. There are more and more for us to learn. The intricacies and nuances of the law and the legal profession can be assimilated only through its practice. Gaining experience will take time, but that's the most important thing you must be doing. The only option for new entrants into the litigating field is to join the office of a senior lawyer or a litigating firm. According to senior advocate Falius Neriman, lessons of advocacies are often imbibed from the great and the successful. He says that junior lawyers must spend more of their time inside the courtrooms watching how the senior lawyers conduct their cases and in the law library rather than chit-chatting in the corridors of the court. I am not being ceremonial, but this is only a word of caution for those coming to the litigation side. Do not rush to the Supreme Court or the High Court on the first day of your practice. You must join in an office of an experienced and respected senior lawyer at a municipal court and become well versed with the procedural aspects on the trial side before packing your bags for practicing in the constitutional courts. If you know the procedure well, then you can easily handle the situations in court. A thorough knowledge of the trial procedure is an absolute must for an appellate practice before the High Court or the Supreme Court. A stint for a certain period of time before the trial court will also inure to your benefit while shifting to the High Court. A studious lawyer conducting cases well before a trial court will be chosen by the clients for conduct of their cases on the appellate side. Further, litigants and lawyers well versed with your performance at the trial court will also report High Court's briefs to you. Legal profession is not just a mere profession, but it is more of a service to the society at large. A lawyer must be willing to take up causes to fight injustice and social evils. A legal professional must never shy away from standing up to speak for justice. According to Justice G.S. Singhvi, former judge of the Supreme Court, lawyers should not be confined to courts alone. Challenges in society are multidimensional, and lawyers have to don the robe of social reformers. History bears testimony to the role of lawyers in shaping the political, social, and legal course of India. The father of our nation was a lawyer. First Prime Minister of India was a lawyer. Lawyers have a critical role to play in the developing society, particularly in a constitutional democracy like ours. Rule of law is the bedrock of our constitution, which encompasses liberty and justice for our citizens. The country is counting on us, the lawyers, to breathe life and force into the set promise of liberty and justice. To quote Roscoe Pound, the great American jurist of the earliest 20th century, historically there are three ideas involved in the profession: organization, learning, and the spirit of public service. These are essential. The remaining idea, which of a gaining of a livelihood, is incidental. Thus, in the course of being engaged in the profession, learning and spirit of public service have been identified by Roscoe Pound to be on the higher pedestal when compared to earning a livelihood. However, if you are willing to strive hard and have a sense of public service in the legal profession, remuneration and recognition will indeed be necessary corollaries. It must have been a rather chilling experience for all of you when I talked about work and hard work and work, etc. For a junior lawyer, bearing very few exceptions, if at all any briefs are only dreams and money a mirage, be patient. You can take it from me. This is one profession wherein you will be amply compensated and rewarded
for all your hard work ultimately. For many of the top-notch lawyers, it took years for the first brief to come. It continues to come, and ultimately it will be raining with briefs. The amount of money which a successful lawyer commands today is huge. Unlike in any other profession, the older a lawyer gets, the higher is his income. There is no other career as exciting as law. The legal profession has become far more respectable than it was a few decades ago. With the opening up of the economy and the new avenues of litigation, the demand for lawyers is also increasing exponentially. After the sort of liberalization, there has been manifold increase in opportunity in the legal profession. So there is definitely room for you, each and every one of you, who is ready to enthusiastically take up the challenge of systematic hard work. You have enough space in the profession. I wish you all a bright professional future. I also thank the chairman of the Bar Council, Shri K.P. Jayachandran, and Shri P. Santosh Kumar, chairman of the Enrollment Committee, for providing the opportunity to deliver the enrollment speech. Thank you very much. Advocate K.N. Anilkumarne സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. നമ്മുടെ ബാർ കൗൺസിലിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം മുൻ എൻറോൾമെൻറ്റ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇത് 3ാം തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ അദ്ദേഹം പെരുമ്പാവൂർ കോടതിയിലും എറണാകുളം കോടതിയിലും പ്രാക്ടീസ് ചെയ്തു. Thank you, sir. I request Honorable Member Sri S.K. Pramod to deliver vote of thanks. ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമായി ബാർ കൗൺസിലിന് വേണ്ടി ബാർ കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ പി ജയചന്ദ്രൻ സാർ, എൻറോൾ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സന്തോഷ് സാർ, നമ്മുടെ ആണ്ടി സെക്രട്ടറി ആയിട്ടുള്ള ചെറിയ വർഗീസ് സാർ, ഈ ചടങ്ങിൻ്റെ എൻറോൾമെൻറ്റ് സ്പീച്ച് നടത്തിയ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗം ശ്രീ മനോജ് കുമാർ സാർ, ബാർ കൗൺസിലിൻ്റെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള മറ്റംഗങ്ങളെ, പ്രിയമുള്ള യുവ അഭിഭാഷകരായി ജോലിയാൻ പോകുന്ന സഹോദരി സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 2ാമത്തെ ഓൺലൈൻ എൻറോൾമെൻറ്റാണ്. ഇന്ത്യയിലെ മറ്റ് ബാർ കൗൺസിലുകളെല്ലാം എൻറോൾമെൻറ്റ് നടപടി ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിർത്തിവെച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ അഭിഭാഷകരായി എൻറോൾ ചെയ്യുന്നതിന് വേണ്ടി നിയമവിരുദ്ധം കരസ്ഥമാക്കിയവർക്ക് അവസരങ്ങൾ പാഴാകാതിരിക്കുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ ഉള്ള അവസരം ഈ രൂപത്തിൽ ഒരുക്കാൻ വേണ്ടി ബാർ കൗൺസിൽ നിർബന്ധിതമായി. നമ്മുടെ 2ാമത്തെ എൻറോൾമെൻറ്റാണ്. പല കാര്യത്തിലും നമ്മുടെ നാടും കേരളവും എല്ലാം മോഡലാകുമ്പോൾ സംസ്ഥാന ബാർ കൗൺസിലും അതിനോടൊപ്പം ചേർന്ന് അങ്ങനെ ചരിത്രപരമായ മുഹൂർത്തമാണ് നിങ്ങളിലൂടെ ഇവിടെ പൂർത്തീകരിക്കുന്നത്. ഇവിടെ എനിക്ക് ചുരുക്കം വാക്കുകളിൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലാദ്യമായി എനിക്ക് നന്ദി രേഖപ്പെടുത്തുവാനുള്ളത് നമ്മുടെ ഈ ബാർ കൗൺസിലിൻ്റെ അധ്യക്ഷനും ഈ ഫംഗ്ഷനെ ഇപ്പോൾ നയിക്കുന്നതുമായിട്ടുള്ള ചെയർമാനായിട്ടുള്ള കെ പി സാറാണ്. സാർ പറഞ്ഞ വാക്കുകൾ നമ്മുടെ പ്രൊഫഷനിൽ ഇന്ന് കണ്ടുവരുന്ന ചില പ്രവണതകളുടെ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൻ്റെ ആ തുടക്കം സാർ എടുത്ത് പറയുകയുണ്ടായി, സംഭവം തന്നെ ഇവിടെ വിവരിക്കുകയുണ്ടായി. അത്തരം പ്രവണതകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും അത് മാറ്റപ്പെടണം. അതിന് വേണ്ടുന്ന നിർദ്ദേശമാണ് സാറിൻ്റെ സ്പീച്ചിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചത്. അതൊരു ഉപദേശമായി, ഒരു ഗുണദോഷമായി കണ്ട് നിങ്ങൾ അത് സ്വീകരിക്കണം എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. സാറിൻ്റെ അത്തരം നല്ല വാക്കുകൾക്കും സാറിൻ്റെ നേതൃത്വത്തിനും ഈ എൻറോൾമെൻറ്റ് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള ബാർ കൗൺസിലിൻ്റെ എല്ലാവിധ പരിപൂർണമായ സഹായത്തിനും കൗൺസിലിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ സാറിനോടുള്ള നന്ദി എൻറോൾമെൻറ്റ് കമ്മിറ്റി അറിയിക്കുകയാണ്. അടുത്തതായി എൻറോൾമെൻറ്റ് സ്പീച്ച് നടത്തിയ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗമായിട്ടുള്ള ശ്രീ മനോജ് കുമാർ സാർ, രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ജുഡീഷ്യറിയുടെ ഒരു ചരിത്രത്തെ സംബന്ധിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. അതിലെടുത്ത് പറയപ്പെടേണ്ടത്
വർത്തമാന കാലഘട്ടത്തിൽ അഭിഭാഷകരായി എൻറോൾ ചെയ്യപ്പെടുന്നവർ കേവലമായിട്ടുള്ള കോടതി മുറികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, അവർ സാമൂഹ്യ പരിഷ്കർത്താക്കളാവണം എന്നുള്ള ആഹ്വാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അക്ഷരം പ്രതി ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യം. അതുകൊണ്ട് സാറിൻ്റെ ആ വാക്കുകൾ ഉടനീളം അഭിഭാഷകർക്ക് പ്രചോദനം നൽകുന്നതും അഭിഭാഷകരുടെ ചരിത്രവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം മഹാന്മാരായി കടന്നുപോയവരെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ എൻറോൾമെൻറ്റ് സ്പീച്ചിനെ ധന്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സാറിന് ഉള്ള നന്ദി എൻറോൾമെൻറ്റ് കമ്മിറ്റി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. അതുപോലെ ഈ എൻറോൾമെൻറ്റ് കമ്മിറ്റിക്ക് ഇനി നന്ദി രേഖപ്പെടുത്തുവാനുള്ളത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എത്രയും ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ സീനിയർ ബാർ കൗൺസിൽ മെമ്പർമാർ, അതിൽ മുൻ ചെയർമാൻമാരുണ്ട്, അതുപോലെ മുൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗമുണ്ട്, ഓണററി സെക്രട്ടറി ആയിട്ടുള്ളവർ ഉണ്ട്. എല്ലാവരെയും ഞാൻ സമയം കൂടുതലെടുത്ത് എല്ലാവരെയും പേരെടുത്ത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഈ ഓൺലൈൻ എൻറോൾമെൻറ്റിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അതിൽ കരുതുന്നില്ല. എന്നോട് എൻ്റെ ബഹുമാന്യരായിട്ടുള്ള സീനിയർ മെമ്പർമാർ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരോടെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച എൻറോൾമെൻറ്റ് കമ്മിറ്റി എടുത്ത് പരാമർശിക്കപ്പെടേണ്ടതാണ്. സന്തോഷ് സാർ ചെയർമാൻ, അതുപോലെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ കെ നാസർ, അവരുടെ എല്ലാം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇവിടെ ഇതിൻ്റെ ട്രയൽ നടത്താനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നേരിട്ട് വന്ന് ഇതിനെ നയിക്കുകയായിരുന്നു. അപ്പോൾ അത് സാറിനോടും അതുപോലെ എൻറോൾമെൻറ്റ് കമ്മിറ്റിയിലെ മറ്റംഗമായിട്ടുള്ള ശ്രീ നാസർ സാറിനോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രവർത്തനം വിജയിപ്പിച്ച് അല്പനേരം കഴിയുമ്പോൾ ഇത് പൂർത്തീകരിക്കുന്നതിന് ആ വിജയ പരിസമാപ്തിയിൽ ഒട്ടേറെ പേരുടെ നേരിട്ടും അല്ലാതെയുമായിട്ടുള്ള പങ്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ബാർ കൗൺസിലിലെ ജീവനക്കാരായിട്ടുള്ളവരുടെ, നമ്മുടെ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ ഇതിന് പ്രത്യേകമായി രൂപീകരിച്ചുള്ള ഗ്രൂപ്പിലെ അഡ്മിന്മാർ, എല്ലാവരും അതിൽ ആരെയും മാറ്റി നിർത്തപ്പെടാൻ ഇല്ല. എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങൾ ടെക്നിക്കലായി ഇതിനെ ഒരു പാകപ്പിഴയും ഇല്ലാതെ രണ്ടാമത്തെ എൻറോൾമെൻറ്റും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അഡ്വക്കേറ്റ് ഷമീം, നമ്മുടെ കൂടി ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷമീമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ടീമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ എൻറോൾമെൻറ്റ് ഫംഗ്ഷൻ ഓൺലൈൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന് എൻറോൾ ചെയ്യപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൽ 1998 ജനിച്ച ആൾ മുതൽ 57 ജനിച്ച ആൾക്കാർ വരെയുള്ള 361 പേരാണ്. തലമുറകളുടെ ഒരു നിങ്ങളെ എല്ലാവരെയും ഇതിൽ നേരത്തെ തന്നെ ഒരു ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഇത് വീക്ഷിക്കുന്ന കുടുംബാംഗങ്ങളും രക്ഷകർത്താക്കളുമായിട്ടുള്ള ഒട്ടേറെ പേരുണ്ടാകും. അതുമാത്രമല്ല ഇത് ഇപ്പോൾ ഇത് യൂട്യൂബ് വഴി ഈ ഫംഗ്ഷൻ ഓൾറെഡി എയർ ചെയ്തിട്ടുണ്ട്, ലൈവായി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം വീക്ഷിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. Thank you, sir. Now, the inaugural session ends. I request all the candidates, please leave the meeting and relax. Group session will commence at 11 a.m. sharp. Okay, thank you. അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഷാരൂഖ് NS. ഓക്കെ. അർഷ അശോകൻ T. Okay. Michelle and Jacob A. Okay. Nimmi UN. Okay. Adira KC. Ayush Hari. Okay. Parthasarathi Kurupu A. Parthasarathi Kurupu. Meera Lalan. Meera Lalan. Aisha Sharin. Okay. Swati Jagadishan. Swati Jagadishan. Swati Jagadishan. Pranoy Saji. Present, sir. Anita Ravishankar. Present, sir. Okay. Mohammed KM.
മുഹമ്മദ് KM. മുഹമ്മദ് KM. വിഷ്ണു മേനോൻ BH. Present, sir. Okay. മുഹാസിൻ KM. Present, sir. Okay. നസ്രത്ത് KC. ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. Present, sir. ഓക്കെ. തോമസ് TP. Present, sir. ഓക്കെ. റംഷാദ് M. Present, sir. ഓക്കെ. ജോഷി YS. Present, sir. ഓക്കെ. അരുൺ രാജു. അരുൺ രാജു. ഫ്രാൻസിസ് KA. Present, sir. ഓക്കെ. ലക്ഷ്മണൻ M. ഓഡിയോ ഒന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് പ്രസന്റ് പറയും. ലക്ഷ്മണൻ M. ഓക്കെ. അനന്തു PC. Present, sir. സന്തോഷ് ഡാനിയൽ S. ഓക്കെ. ശ്രീകുമാർ KR. ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത്. Present. ഓക്കെ. Present. പാർത്ഥസാരഥി കുറുപ്പ് A. Present. ഓക്കെ. Present, sir. സ്വാതി ഓക്കെ. സ്വാതി ജഗദീശൻ. സ്വാതി ജഗദീശൻ. മുഹമ്മദ് KM. മുഹമ്മദ് KM. മുഹമ്മദിന്റെ ഓഡിയോ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അരുൺ രാജു. അരുൺ രാജു. Mr. Arun Raju and Swati Jagdish present അല്ല, അവരെ ആബ്സെന്റ് മാർക്ക് ചെയ്യാണ്. അവർക്ക് അടുത്ത ബാച്ചിലോ അതിൻ്റെ അവസാനത്തെ ബാച്ചിലോ നോക്കാവുന്നതാണ്. ഗ്രൂപ്പ് നമ്പർ 1, ബാച്ച് നമ്പർ 2, അറ്റൻഡൻസ്. പ്രജിൻ PS. Present, sir. Present. ഓക്കെ. ബലറാം S. Present, sir. ഓക്കെ. ഷാജി K. Present, sir. ഓക്കെ. ജോസ് തോമസ്. ജോസ് തോമസ്. Present, sir. ഓക്കെ. ഷൈജു CT. Present, sir. ഓക്കെ. സെബിൻ K. പൗലോസ്. സുരേഷ് ബാബു VG. ഓക്കെ. രോഹിത് KP. Present, sir. ഓക്കെ. ആൽബിൻ A. ജോസഫ്. ആൽബിൻ A. ജോസഫ്. ഹെലൻ വർഗീസ് C. Present, sir. ഓക്കെ. മിനി സാമുവൽ. Present, sir. ഷാജഹാൻ SA. ഷാജഹാൻ SA സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ. ബാലചന്ദ്രൻ B. ഓക്കെ. ശശി D. Present, sir. ഓക്കെ. കെവിൻ മാത്യു ജോർജ്. കെവിന്റെ ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. നിർമ്മല PV. ഓക്കെ. പ്രിയകുമാർ MB. ഓക്കെ. റോബിൻ ജോസഫ് ചെറിയ. Present, sir. ഓക്കെ. സുദർശൻ NK. Present, sir. ഓക്കെ. ഷാജി EV. ഓക്കെ. ആൻസി ജോൺ. Present, sir. ഓക്കെ. ഹമീദ് VP. Present, sir. ഓക്കെ. ഹരികുമാർ S. ഓക്കെ. പ്രിന R. പ്രിന R. ഓക്കെ. Present, sir. ദിവ്യ മുരളീധരൻ. ഓക്കെ. ആൽബിൻ A. ജോസഫ്. ആൽബിൻ A. ജോസഫ്.
ഇല്ല. കെവിൻ മാത്യു ജോർജ്. ഗ്രൂപ്പ് 2 ബാച്ച് 1 പേര് വിളിക്കുന്നതനുസരിച്ച് പ്രസന്റ് പറഞ്ഞ് കൈപൊക്കുക. ഓക്കെ. ആപ്ലിക്കേഷൻ നമ്പർ 1131 കുഞ്ഞി മൊയ്തി പി. ഓക്കെ. ആപ്ലിക്കേഷൻ നമ്പർ 1132 നിതീഷ് ടി പി. ഓക്കെ. ആപ്ലിക്കേഷൻ നമ്പർ 1133 വിജയ് ശങ്കർ വി എച്ച്. ഓക്കെ. 1134 നന്ദ സനൽ. 1134 നന്ദ സനൽ. 1135 സുബ്രഹ്മണ്യ അയ്യർ. ഫിറോസ് ബെർലി ഇ എസ്. 1136 present. 1136. ഫിറോസ് ബെർലി. ഓക്കെ. 1137 ജിതിൻ കുമാർ പി. ഓക്കെ. 1138 ദേവയാനി. Present, sir. ഓക്കെ. 1139 ജോർജ് ഫിലിപ്പ് കെ. ഓഡിയോ ഇല്ല. ജോർജ് ഫിലിപ്പ്. ഓക്കെ. 1140 പത്മകുമാർ ടി. ഓക്കെ. 1141 ഷാജിമോൻ എം ജെ. ഓക്കെ. 1142 റെജി മാത്യു. സൗണ്ട് മ്യൂട്ടാണ്. ഓക്കെ. 1143 സീതർ കുട്ടപ്പൻ. 1143 സീതർ കുട്ടപ്പൻ. Present. ഓക്കെ. 1144 പ്രശാന്ത് ടി വി. പ്രശാന്ത് ടി വി. ഓക്കെ. 1145 ജയാനന്ദൻ ഡി കെ. ഓക്കെ. 1146 കെ എ ഗോപിനാഥൻ. Present, sir. ഓക്കെ. 1147 രാജൻ ടി വി. കൈമുക്കി കാണിക്കുക. ഹലോ. ആ, ഓക്കെ. 1148 ഗൗരി ആനന്ദ്. Present. ഓക്കെ. 1149 അനിൽകുമാർ വി ആർ. ഓക്കെ. 1150 ഐനോഷ് മൈക്കിൾ പി എസ്. ഓക്കെ. 1151 സുധാകരൻ എൻ കെ. ഓക്കെ. 1152 നന്ദിത അന്ന ജോർജി. നന്ദിത അന്ന ജോർജി. 1153 സുനീഷ് കുമാർ ആർ. 1153 സുനീഷ് കുമാർ. ഓക്കെ. 1154 ട്രസ അഗസ്റ്റിൻ. Present, sir. ഓക്കെ. 1155 ജയകുമാർ കെ എസ്. ജയകുമാർ കെ എസ്. 1134 നന്ദ സനൽ. 1155 ജയകുമാർ കെ എസ്. ഗ്രൂപ്പ് 2 ബാച്ച് 2 സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആപ്ലിക്കേഷൻ നമ്പർ 1156 ദിവ്യ ജയരാജൻ. 1157 ചേക്കുട്ടി താഴത്തെടുത്ത്. Sir, this is Divya here, 1156. 1156 ദിവ്യ ജയരാജൻ. Yes, sir. ഓക്കെ. 1157 ചേക്കുട്ടി താഴത്തെഴുത്. ഓക്കെ. 1158 വിജയാനന്ദൻ കെ വി. Yes, sir. ഓക്കെ. 1159 മുഹമ്മദ് സാബിർ വി എ. ഓക്കെ. 1160 ശ്രീനാഥ് ആർ. ഓക്കെ. 1161 സഹീൽ അഹമ്മദ് ഹാരിസ് പി പി. ഓക്കെ. 1162 സിദ്ധാർത്ഥ് ആർ വാര്യർ.
Present, sir. Okay, 1163 E. Muhammad Sharif. Okay, 1164 Matthew KM. Present, sir. Okay, 1165 Reggie Matthew M. Reggie Matthew M. 1166 Yadu Vijayan. Yadu Vijayan. 1167 Hakim S. Yes, sir. Okay. I'm here. 1168 Harilal SK. Harilal. 1169 Akbar Sahir AN. Present. Okay. 1170 Azmina KT. Present, sir. Okay. 1171 Akash Radhakrishnan. Akash Radhakrishnan. Present, present. Okay. 1172 Malzuddin Shajimon. Okay. 1173 Arjun PS. Present, sir. Okay. 1174 Zelia Santosh. Celia Santosh. 1175 Vaishnavi M. Sir. Yes, sir. Vaishnavi. Okay. Yes, sir. Okay. 1176 Govika HH. Present, sir. Okay. 1177 Abdul Manaf CA. Present, sir. Okay. 1178 Sangeet Joseph Jacob. Okay. 1179 Muhammad Sharif A. Present, sir. Okay. 1180 Renu K Matthew. Renu K Matthew. 1165 Reggie Matthew M. 1166 Yadu Vijayan. 1168 Harilal SK. 1174 Celia Santosh. 1180 Renu K Matthew. Reggie Matthew. Yes, yes. Present. Okay, okay. Yadu Vijayan. Yadu Vijayan. Yadu Vijayan. Absent. Harilal. Harilal. 1174 Celia Santosh. 1180 Renu K Matthew. Okay, absent is no. Absent is. Okay, please contact the admin. Group number 3, batch number 1 ആണ് ഈ സെഷൻ. എല്ലാവരും റെഡി ആയിരിക്കുക. 1181 രാമനാരായണൻ ജി. 1182 സൂസന്ന മേഴ്സി ജോക്കർ. 1183 വിശ്രുത് ദിനേശ്. 1184 എബി ആന്റണി. 1185 ഗൗതം കൃഷ്ണ എസ് കുമാർ. 1186 കാവ്യ സുരേഷ്. Present, sir. 1187 ജേക്കബ് ജോൺ. Yes, present. 1188 രാധാകൃഷ്ണൻ നായർ കെ പി. 1189 അബ്ദുനിക് എം ലാൽ. 1190 രഞ്ജിൻ കെ. 1191 അനന്ത പത്മനാഭൻ. 1192 മുഹമ്മദ് നിസാർ കെ. 1193 സനൽ കുമാർ ബി. 1195 നവീൻ എ വർക്കി. 1194 സക്കീർ ടി കെ. 1196 റെജി പത്മനാഭൻ. 1197 അബ്ദുൾ റഷീദ് എൻ. 1198 വേണുസ് മരിയ വില്യം. Present, sir. 1199 ഷാൻലി കെ. ഷാൻലി കെ.
Present, sir. Shanley. Present, sir. Okay. 1200 Janice Fatima. Present, sir. 1201 Clement Joseph. Present, sir. 1202 Rajalakshmi R. 1203 Puniraman MP. Okay. 1204 Remis Qasim. Present, sir. Okay. 1205 Srijaya S. Present, sir. 1206 Vishwanath Salish. 1207 KS Akshay Mohan. 1209 Binoy C. Dominic. 1210 Jinson Jacob. 1212 P. Chandran. 1213 Sumesh A.R. 1214 Dominic Tony Joseph. 1215 Varun Ramdas. 1216 Alvin Anthony. 1217 Aifuna Punnaram. Aifuna. 1217. Present, sir. 1218 Gopalakrishnan S. Present, sir. 1219 Tushara K. Present, sir. 1220 Hamsat S. 1221 Geeta Hariharan. Present, sir. 1222 Ashwati KK. Present, sir. 1223 Sneha Helen J. Present, sir. Present. 1224 Devi Priya K. Present, sir. 1225 Jinshia EK. Present, sir. 1226 Gobika Pillai. Present, sir. 1227 Harun Salam TA. Present, sir. 1228 Sangeet C. Shajan. Present, sir. 1229 Richard Rajesh Kumar. 1230 Varsha S. Pillai. Okay. Group number 4, batch 1 ആണ്. Shafna V. Isad. Present, sir. Jayachandran Katura Vittil. Jayachandran. Dominic Jacob. Okay, present. Akhilesh Oli. Present, sir. Liji Pushpangaran. Present, sir. Nasir Hussain. Nasir Hussain. Rajan Vayalveetil. Uttara Ashokan. Present, sir. Rimin Johnson. Present, sir. Vidika Sara Sakaria. Present, sir. Akhil Philip Manitutil. Present. Suresh PK. Mohana M. Mohana. Present. Sajid Kumar TL. Sneha Mary Philip. Present, sir. Lakshmi Rangan. Lakshmi present. Gopika. Present, sir. Adul Lal. Nasrin Banu. Nasrin Banu. Nasrin Banu unmute. Present. Babu CP. Samiyat KP. Present, sir. Babu Gopal. Present, sir. Panchami Babu. Present, sir. Adil T. Present, sir. Application number 1232 Jayachandran Katura Vittil. Present. Present. 1236 Nasir Hussain. Nasir Hussain present.
Okay, for batch number 2, Gayatri J, Present, sir. Tharmiya MS, Present, sir. Present. Elizabeth V. Joseph, Elizabeth V. Joseph, Rishad Kocheri, Rishad, unmute ചെയ്ത് പ്രസന്റ് പറയാ Rishad, Sadishan M. Present, sir. Okay. Harsha Mohandasan. Harsha unmute ചെയ്തിട്ട് പ്രസന്റ് പറയാം. Okay. Ananda Krishna. Present, sir. Okay. Adira Prasad. Present, sir. Mohandas KC. Mohandas. Akhila Jayakumar. Akhila Jayakumar. Mohandas KC. Sir, 157. 1257. വിളിക്കാം. Mohandas KC. Present. Akhila Jayakumar. Present, sir. Liju N. Liju N. Suresh Babu. Present, sir. 1267. Present, sir. Yes. 1264. Dilip Present, Krishnan. sir. Okay. Dilip Krishnan. 1264. Dilip Krishnan. Harindran T. 1264. Harindran T. Okay. Sridevi. Present. Laida Susan A. Thomas. Present, sir. Sri Lashmi Sailesh. Present, sir. Veena A.V. Veena, present. Present, sir. Jarin Joseph. Anjana Suresh. Present, sir. Premraj P.P. Present, sir. Mridula Xavier. Present, sir. Baiju Krishnan. Present, sir. Anjana A. Present, sir. Mohandas KC ഉണ്ടോ? 1264 മോഹൻദാസ് KC. ഓക്കെ, മോഹൻദാസ് പ്രസന്റ്. 1257 എലിസബത്ത് വി ജോസഫ്. Present, sir. പ്രസന്റ്. Present, sir. Elizabeth present. ഓക്കെ, 1259 റിഷാദ് കോച്ചേരി. റിഷാദ്, ആപ്ലിക്കേഷൻ നമ്പർ 1259 റിഷാദ് കോച്ചേരി. നോട്ട് പ്രസന്റ്. റിഷാദ് കോച്ചേരി നോട്ട് പ്രസന്റ്. ദിലീപ് കൃഷ്ണൻ 1268. 1267 present, sir. 1261 സുരേഷ് ബാബു വിളിച്ചല്ലോ. ഓക്കെ, 1268 ദിലീപ് കൃഷ്ണൻ നോട്ട് പ്രസന്റ്. 1266 Liju. 1266 ലിജു ഓൾറെഡി വിളിച്ചതാണ്. 1275 ജെറിൻ ജോസഫ്. ജെറിൻ. ഓക്കെ, അപ്പൊ ഈ ആപ്ഷനെ അടുത്ത സെഷനിൽ 1266 ലിജു വിളിച്ചല്ലോ. ദിലീപ് കൃഷ്ണൻ വന്നോ? ദിലീപ് കൃഷ്ണൻ പ്രസന്റ്. ദിലീപ് കൃഷ്ണൻ 1268 ദിലീപ് കൃഷ്ണൻ കേട്ടോ. ദിലീപ് കൃഷ്ണൻ പ്രസന്റ്. 1259 റിഷാദ് കോച്ചേരി. വീഡിയോ ഓൺ ആക്കി കേട്ടോ, വീഡിയോ. 1275 ജെറിൻ ജോസഫ്. Group number 5,
batch number 1. Amlu Shahjahan. കൈ ഉയർത്തി പ്രസന്റ് പറയണം. അംലു ഷാജഹാൻ. Present, sir. ഓക്കെ. 1282 ക്രിസ്റ്റി ബോസ്. Present, sir. ലത്തീഫ് പി കെ. ലത്തീഫ് പി കെ. വിവേക് പി കെ. രോഹിത് സന്തോഷ്. ഫാത്തിമ വി എൻ. Present, sir. മുനീർ അബ്ദുൽ നസീർ. നിമ്മി മുരളി. Present, sir. ഉപാസന സജീവ്. Present, sir. വേണു എം ആർ. പ്രണവ് പ്രമോദ്. പൗർണ വിജയ്. അഞ്ജു ഡേവിസ്. Present, sir. ബിന്ദു വി എൽ. Present, sir. സാംസൺ സതീശൻ. അന്ന ലിൻഡ വി ജെ. Present, sir. ജോബി സി ജോയ്. സുചിത്ര എം എസ്. Present, sir. പ്രഭു മുരളീകൃഷ്ണൻ. നെസ്ലിൻ എ കെ. നെസ്ലിൻ. Present, sir. ഓക്കെ. Present, sir. അശ്വതി ശ്യാം. Present, sir. ധനുഷ് കൃഷ്ണൻ എസ്. Present, sir. ജോസഫ് സ്റ്റെഫൻസൺ. നേഹ വിജയ്. രേഷ്മ വി എസ്. Present, sir. ഓൾ ആർ പ്രസന്റ്. ഓക്കെ. 1306 അൻസി പി ആൻഡോ. Present, sir. Present, sir. ചന്ദ്ര യു വി. Yes, sir. Present. ഏഞ്ചൽ ഷാജി. Present, sir. Present. ചാന്ദിനി പി കാവുങ്കൽ. അശ്വിൻ അരുൺ. കുര്യൻ ഉമ്മൻ തേരകൻ. അലീന ബെറിൻ മാത്യു. മധുരിമ മേനോൻ. Present, sir. അജയ് എൻ ബി. അജയ് ഡേവിഡ് എബ്രഹാം. അഞ്ജലി വി. Present, sir. ശില്പ ശ്യാം. ശില്പ. ശില്പ പ്രസന്റ് ആണോ? ഓക്കെ ഓക്കെ. ശരത് നൈനാൻ മാത്യു. ശരത് ചന്ദ്ര ബാബു ജി. ശ്രീദേവി ടി ആർ. Present, sir. അനിത ആൻ വിൻസം. Present, sir. കോഷി മാമൻ എം. Present. സിബിക്കുട്ടി ഫ്രാൻസിസ്. അഖിൽ പി പി. അഖിൽ. Present. അനിൽ കുമാർ സി ആർ. അനിൽ കുമാർ ഉണ്ട്. Present. മുരളീധരൻ എ. Present, sir. ശരത് ബാബു എസ് എസ്. സുരേഷ് റെക്സ്. സതീശ ചന്ദ്രൻ നായർ. ആൽബിൻ ഹെൻറി ജോർജ്. Now it is seen that all are present in this group. Group number 5, batch number 2. Group number 6, batch number 1 ആണ്. 1331 മെഹ്റിൻ വി മുസ്തഫ. Present, sir. 1332 പത്മിനി എം ജി. പ്രസന്റ് അല്ലേ? പത്മിനി എം ജി. 1333 ആദിത്യൻ ശ്രീകുമാർ. കാർത്യായനി എ. Present, sir. പീറ്റർ ജിബിൻ ഐ ജി. ഉഷ എസ്. Present, sir. മിഥുൻ ബി നാരായണൻ. മിഥുൻ. പാൾമർ എച്ച്. വർഷ കെ പി. Present, sir.
Gauri Tambi, Present, sir. Akhila Sridharan, Present, sir. Tansir J, Regida VK, Present, sir. Aslam Subair, Dilshad Rahina, present. Siddharth S, Present, sir. Christina V Matthew, Present, sir. Sudandra Tirunilat, Present, sir. Jose Francis Kalliat, Present, sir. Anirudh MS, Present, sir. Rasil Lawrence, Ajida K Hassan, Priya Kumar V, Present, sir. Manu Murali T. Present, sir. Okay, all are present. Group number 6, batch number 2 ആണ് വായിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ 1358 ജെയ്സൺ MR, ശ്യാമള വർണ്ണൻ R, ശ്യാമള അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് പറയൂ കേട്ടോ. ശ്യാമള വർമ്മൻ പ്രസന്റ്. സൽരാജ് ജെയ്സൺ ഉണ്ടോ? ജെയ്സൺ പ്രസന്റ്. സൽരാജ് പ്രസന്റ്. ഷൗൺ അലക്സ് ജേക്കബ് പ്രസന്റ്. ഇക്ബാൽ present. Tijo Charlin, Yamuna Menon C, Present, sir. Teresa and Benny, Present, sir. Josh Jacob, Present, sir. James Manuel, Muhammad Rauf OP, Present, sir. Aisha Jansi, Present, sir. Shivaraman G, Present, sir. Liju B Nair, Liju B Nair, application number 1371 ലിജു കൈ കാണിക്കുന്നുണ്ടല്ലേ? ലിജു ബി ഓക്കെ. ജിനദേവ് കെ കാർത്തികേയൻ, പ്രസന്റ്. തോമസ് സ്റ്റെഫിൻ, തോമസ് സ്റ്റീഫൻ. സന്ദീപ് സുകുമാരൻ, സൈനുൾ അബിദീൻ, കൃഷ്ണകുമാർ ടി പി, ജ്യോതി ആർ കൃഷ്ണൻ, ആര്യ ജോസഫ്, ശോഭനകുമാർ വി, നിദ നജീബ്, Present, sir. ജെയ്സൺ MR. Present, sir. Okay. All are present. Okay. Group number 7, batch number 1 ആണ്. Group number 7, batch number 1. 1381 അലീഫ് മുഹമ്മദ്, കൃഷ്ണ SS, വിഷ്ണു TR, കൃഷ്ണയുണ്ടല്ലോ അല്ലേ? 1384 അഞ്ചൽ PR, വഫ ഖദീജ, മുഹമ്മദ് സുഹൈൽ കെ, മുഹമ്മദ് അംജാദ് KM, വിനയ് ജോൺ, 1389 വിനയ് ജോൺ,
1390 പ്രജീഷ് VS. 1391 വിഷ്ണു മോഹൻ VM. 1392 ഹരീഷ് ബാബു NS. NR. ഓക്കെ. 1393 അമൽനാഥ് EK. 1394 ലക്ഷ്മി ബാബു. Present, sir. 1395 ചിഞ്ചു T. Present, sir. 1396 അമിത് KS. 1397 ദേവി V നായർ. ദേവി. Sir, present. 1399 ശ്രേയാമോൾ സജീവ്. Present, sir. 1400 പാർവതി P റോമി. Present, sir. 1402 ഷെർലി PV. Present, sir. 1403 ഗിരീഷ് കുമാർ VC. ഗിരീഷ് കുമാർ VC. 1404 ഷിബു വർഗീസ്. 1405 അജയ് ശർമ്മ. 1406 ഷബീർ M. Present, sir. അജയ് ശർമ്മ. present. 1405. Okay. 1389 വിനയ് ജോൺ. വിനയ് okay, present. 1396 അമിത് KS. 1403 ഗിരീഷ് കുമാർ. ഷിബു വർഗീസ് P. 1404 Sir. 1302 Krishna SS. 1302 1381 1382. കൃഷ്ണ present ആണ്. Okay. Present, sir. അമിത് KS. 1396 അമിത് KS. 1403 ഗിരീഷ് കുമാർ. 1404 ഷിബു വർഗീസ്. ഓഡിയോ ഓണാക്കി പ്രസന്റ് പറയൂ. ഷിബു വർഗീസ് പ്രസന്റ് ആണ്. ഗിരീഷ് കുമാർ VC. 1403 ഗിരീഷ് കുമാർ. ഓക്കെ. ഷിബു വർഗീസ് പ്രസന്റ് ആണ്. നമ്മൾ ഗ്രൂപ്പ് നമ്പർ 7 ബാച്ച് നമ്പർ 2 ആണ്. 1407 ഗോകുൽ അശോക്. 1409 രാഹുൽ R മേനോൻ. 1410 ഐബൽ മാത്യു സിബി. സുബ്രഹ്മണ്യൻ P. present. ജിനേഷ് ചന്ദ്രൻ M. present. റിജു അഗസ്റ്റിൻ. ശ്യാം പ്രകാശ് M. അൽബിൻ അലക്സ്. കാവ്യ വർമ്മ MM. Present, sir. ലിജോ P. ജോസ്. കീർത്തന രാഗ്.
Kirtana. Sandra S. Chandran. Sandra S. Chandran. Present, sir. Ranjit R.S. Ranjit. Present, sir. Present, sir. Asad Shah. Present, sir. Aslam Ahmad. Aslam Ahmad. Sound ഇല്ല കൈ വെക്കുന്നുണ്ടോ സൗണ്ട് ഇല്ല കേട്ടോ ഓക്കെ താഷ ബി ജോസഫ് Present, sir. ഭരത് മോഹൻ ഊർമിള എം ജി Present, sir. ആൽബത്രോ ഫ്രാൻസിസ് അൽഫോൻസോ തോമസ് Present, sir. ഇന്ദ്രജിത്ത് എസ് കൈമൾ അരവിന്ദാക്ഷൻ ടി പി റഫീസ് നൂ കീർത്തന എസ് ഉണ്ടോ കീർത്തന എസ് 1432 സൗരവ് സുനിൽ ടെസി എ ബി Present, sir. സായി പ്രിയ രാഹുൽ കൃഷ്ണൻ ജിൻസാബ് എം പി ജിൻസാബ് ഓഡിയോ ക്ലിയർ അല്ല ജിൻസാബിന്റെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഓഡിയോ ഇല്ല ഐഷ മെഹറിൻ രഘുവരൻ ആർ ബിന്ദു എസ് Present, sir. നിസാർ കെ എസ് വിവേക് ദാസ് ഓക്കെ ജയചന്ദ്രൻ കെ എ മറിയം ഹുസൈൻ Present, sir. വേണു എൻ ആർ ആബേൽ ഡേവിഡ് ഡോണോ മേരി Present, sir. മജീദ് വി വൈ മജീദ് ആപ്ലിക്കേഷൻ നമ്പർ 1448 മജീദ് 1449 അച്യുതൻ കെ 1450 അദിൽ ഹാരിസ് 1451 ഫിയാസ് സുധീർ മുഹമ്മദ് 1208 നന്ദ സുരേന്ദ്രൻ 1211 മരിയ പോൾ 1271 ധന്യ പ്രസാദ് Present, sir. 1435 സായി പ്രിയ absent രാഹുൽ കൃഷ്ണൻ 1436 രാഹുൽ കൃഷ്ണൻ present 1443 ജയചന്ദ്രൻ കെ എ okay Sai Priya is not seen. Sai Priya absent. Okay, എല്ലാവരും മജീദ് ഉണ്ടോ 1448 മജീദ് and this is the last batch today's enrollment. Application number 666 സ്വാതി ജഗദീശൻ okay 1101
Arun Raju. Arun Raju, present. 1115. Alvin A. Joseph. Present. 1134 Nanda Sanal. 1155 Jayakumar K.S. Jayakumar K.S. 1168 Harilal S.K. Harilal S.K. present. Yes, sir. 1174 Celia Santosh. Present, sir. 1180 Reenu K. Matthew. Present, sir. 1275 Jerin Joseph. 1396 Amit K.S. 1403 Girish Kumar V.C. 1435 Sai Priya. 1448 Majid V.Y. Majid 1185 ജയകുമാർ കേസ് ഉണ്ടോ? ഈ ജയകുമാറാണ്. ജയകുമാർ കേസ് ഉണ്ടോ? ആപ്ലിക്കേഷൻ നമ്പർ 1155 ജയകുമാർ KS. Then I request Honorable Chairman to deliver the administration of oath. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് വേണം സത്യവാചകം ചൊല്ലാൻ. എല്ലാവരും ആ കയ്യിലുള്ള ഡിക്ലറേഷൻ ഫോം എടുത്തു വയ്ക്കുക. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. I request Honorable Chairman to deliver the administration of oath. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ദൈവവിശ്വാസികളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിവൈൻ ചടങ്ങാണ്. ജീവിതത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ സ്വയം തീരുമാനിച്ച് തിരിയുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം ഈ ചടങ്ങ് വീട്ടിലിരുന്ന് തന്നെ കാണാൻ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. സംസ്ഥാന ബാർ കൗൺസിലിനെ സംബന്ധിച്ചും ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. മാസങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ബാർ കൗൺസിൽ സ്റ്റാഫിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധന്മാരുടെയും ഒക്കെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളെ ഇങ്ങനെ എൻറോൾ ചെയ്യിക്കുന്നത്. ഈ എൻറോൾമെൻറ്റ് ചടങ്ങ് വീട്ടിലെല്ലാവരും വീക്ഷിക്കുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമ്മൾ ഓൺലൈനായി നടത്തുന്നത് കൊണ്ട് ഞാൻ ഐ എന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഈ ഫോം ഓഫ് ഡിക്ലറേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഫോം ഓഫ് ഡിക്ലറേഷനിൽ ഐ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ KP ജയചന്ദ്രൻ, KP ജയചന്ദ്രൻ എന്ന് പറഞ്ഞ് ബാക്കിയും കൂടി വായിച്ചു തുടങ്ങിക്കൊള്ളുക. അങ്ങനെ അവരവരുടെ പേര് പറഞ്ഞ് ഐ എന്ന് പറയുമ്പോൾ വായിച്ച് പൊയ്ക്കൊള്ളുക. ഇത് വായിച്ച് തരുന്ന സമയം അതുവരെ ഐ എന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ, ബാക്കി നിങ്ങൾ വായിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാം. ഞാൻ വായിക്കുന്നത് ഏറ്റുവായിക്കുക. Do solemnly declare that I will bear true faith and allegiance
to the Constitution of India as by law established, and that I will endeavor to uphold the traditions, privileges and dignity of the legal profession, and that I will loyally and faithfully discharge the duties of an advocate to the best of my knowledge and judgment. I do solemnly swear that I shall uphold the Constitution of India and rule of law, that I shall maintain the respect due to courts of justice, judicial officers, and members of my profession, and will at all times conduct myself with dignity, becoming of an officer of the court in which I appear. That I shall at all times conduct myself in accordance with the rules of professional conduct and etiquette, as prescribed by the Bar Council of India, State Bar Council, from time to time, and as reflected in this noble profession, including ethical duties and moral values. Put your signature on the space provided in the declaration form and keep it with you. Then produce it when you are coming to the Bar Council office for getting your physical verification or for getting your original enrollment certificate. Yes, sir. Okay, thank you. You should produce the declaration form signed before the Bar Council of Kerala office at Ernakulam. Sharon N.S., Arsha Ashokan, Michelle and Jacob, Nimmi UN, Adira K.C., Ayush Hari, Parthasarathi Kurup A, Meera Nalan, Aisha Shirin, Pranoy Saji, Anita Ravishankar, Muhammad K.M., Vishnu Menon, Muhsin K.M., Nasrat K.C., Thomas T.P., Ramshadam, Y.S. Joshi, Francis K.A., Lakshmanan M., Anandu P.C., Santosh Daniel, and Sri Kumar K.R. Bridget B.S., Balaram S., Shaji K., Jose Thomas, Shaiju C.T., Sebin K. Paulos, Suresh Babu B.G., Rohit K.P., Helen Varghese C., Mini Samuel, Dr. Shahjahan S.A., Balachandran B., D. Shashi, Kevin Matthew George, Nirmala P.V., M.B. Priyakumar, Robin Joseph Jarian, Sudarshanan N.K., Shaji E.V., Ansi John, Hamid V.P., Harikumar S., Prina R., Divya Muralidharan. Kunyimoidi P., Nitish T.P., Vijay Shankar V.H., Subramania Iyer M., Firoz Barley, Jidin Kumar P., Devyani, George Philip K.,
പത്മകുമാർ ടി, ഷാജിമോൻ MJ, റെജി മാത്യു, ശീതൽ കുട്ടപ്പൻ, പ്രശാന്ത് PV, ജയനന്ദൻ PK, KA ഗോപിനാഥൻ, രാജൻ PV, ഗൗരി ആനന്ദ്, അനിൽകുമാർ VR, ഐനോഷ് മൈക്കിൾ, സുധാകരൻ NK, നന്ദിത അന്ന ജോർജി, സുനീഷ് കുമാർ R, ട്രീസ അഗസ്റ്റിൻ, ദിവ്യ ജയരാജൻ, ചേക്കുട്ടി താലത്തേടത്ത്, വിജയാനന്ദൻ KB, മുഹമ്മദ് സബീർ VA, സേതുനാഥ് R, സൊഹൈൽ അഹമ്മദ് ഹാരിസ് PB, സിദ്ധാർത്ഥ് R വാര്യർ, E മുഹമ്മദ് ഷെരീഫ്, മാത്യു KM, റജി മാത്യു M, യദു വിജയൻ, S ഹക്കീം, അക്ബർ സാഹിർ AN, ആസ്മിന KP, ആകാശ് രാധാകൃഷ്ണൻ, മധുസൂദൻ ഷാജിമോൻ, അർജുൻ TS, വൈഷ്ണവി M, ഗോപിക HH, അബ്ദുൾ മനാഫ് CA, സംഗീത് ജോസഫ് ജേക്കബ് and മുഹമ്മദ് ഷരീഫ് A, രാമനാരായണൻ G, സൂസന്ന മേഴ്സി ജേക്കബ്, വിശ്രുത് ദിനേശ്, എബി ആന്റണി, ഗൗതം കൃഷ്ണ S കുമാർ, കാവ്യ സുരേഷ്, ജേക്കബ് ജോൺ, രാധാകൃഷ്ണൻ നായർ KP, ആധുനിക് M ലാൽ, രഞ്ജിത്ത് K, അനന്തപത്മനാഭൻ, മുഹമ്മദ് നിസാർ K, സനൽകുമാർ B, നവീൻ A വർക്കി, സക്കീർ TK, റജി പത്മനാഭൻ, അബ്ദുൾ റഷീദ് N, വീനസ് മരിയ വില്യം, ഷാൻലി K, ജനസ് ഫാത്തിമ, ക്ലമൻ ജോസഫ്, രാജലക്ഷ്മി R, കുഞ്ഞിരാമൻ MV and റമീസ് കാസിം, ശ്രീജയ S, വിശ്വനാഥ് ശലീഷ്, KS അക്ഷയ് മോഹൻ, ബിനോയ് C ഡൊമിനിക്, ജിൻസൺ ജേക്കബ്, P ചന്ദ്രൻ, സുമേഷ് AR, ഡൊമിനിക് ടോണി ജോസഫ്, വരുൺ രാംദാസ്, ആൽവിൻ ആന്റണി, അൽഫുന പുന്നാരം, ഗോപാലകൃഷ്ണൻ S, തുഷാര K, ഹംസത് S, ഗീത ഹരിഹരൻ, അശ്വതി KK, സ്നേഹ ഹെലൻ, ദേവിപ്രിയ K, ജിൻഷിയ EK, ഗോപിക പിള്ളൈ, ഹരുൺ സലാം TA, സംഗീത് ഷാജൻ, റിച്ചാർഡ് രാജേഷ് കുമാർ, വർഷ S പിള്ളൈ, ഷഫ്ന VS, ജയചന്ദ്രൻ കാട്ടൂര വീട്ടിൽ, ഡൊമിനിക് ജോബ്, OV അഖിലേഷ്, ലിജി പുഷ്പാങ്കരൻ, നസീർ ഹുസൈൻ H, രാജൻ വയൽ വീട്ടിൽ, ഉത്തര അശോകൻ, റിമിൻ ജോൺസൺ, നിതിക സാറ സക്കറിയ, അഖിൽ ഫിലിപ്പ് മണിത്തൊട്ടി, സുരേഷ് PK, M മോഹന, സജിത് കുമാർ TL, സ്നേഹ മേരി ഫിലിപ്പ്, ലക്ഷ്മി രംഗൻ, ഗോപിക, അതുൽ ലാൽ, നസ്രീൻ ബാനു, ബാബു CP, സമീയത്ത് KP, ബാബു ഗോപാൽ, പഞ്ചമി ബാബു and Adil T, Gayatri J Chotar, Dharmia MS, Elizabeth Joseph, Prashad Kocheri, Sadishan M, Harsha Mohanadasan PM, Anand Krishna, Adira Prasad, Mohandas KC, Akhila Jayakumar, Liju N, Suresh Babu P, Dilip Krishnan N, Harindran T, Sridevi, Lydia Susanna Thomas, Sri Lakshmi Shailesh, A.V. Veena, Anjana Suresh, Premdas PP, Mridula C. Xavier, Baiju Krishnan and Anjana A, Amilu Shahjahan, Christy C. Bose, Latif PK, Vivek PK, Lohit Santosh, Fatima VN, Munir Abdul Nasir, Nimmi Murali, Upasana Sajeev, Venu MR, Pranav Pramod, Purna Vijay, Anju Davis K, Bindu VN, Samson Sadishan, Anna Linda Vijay, Joby C. Joy, Sujitra MS,
പ്രഭു മുരളി കൃഷ്ണൻ, AK നെസ്ലിൻ, അശ്വതി ശ്യാം, ധനുഷ് കൃഷ്ണൻ S, ജോസഫ് സ്റ്റീഫൻസൺ, നേഹ വിജയ് ആൻഡ് രേഷ്മ VS, ആൻസി P ആൻഡോ, ചന്ദ്ര UV, ഏഞ്ചൽ ഷാജി, ചാന്ദിനി P കാവുങ്കൽ, അശ്വിൻ അരുൺ, കുര്യൻ ഉമ്മൻ തേരകത്ത്, അലീന മെറിൻ മാത്യു, മധുരിമ മേനോൻ, അജയ് NB, അജയ് ഡേവിഡ് അബ്രഹാം, അഞ്ജലി V, ശില്പ സാം, ശരത് നയനൻ മാത്യു, ശരചന്ദ്ര ബാബു G, ശ്രീദേവി TR, അനിത ആൻ വിൻസം, M കോശി മാമൻ, സിബിക്കുട്ടി ഫ്രാൻസിസ്, അഖിൽ PP, അനിൽകുമാർ CR, മുരളീധരൻ A, ശരത് ബാബു SS, സുരേഷ് റെക്സ് J, സതീഷ് ചന്ദ്രൻ നായർ ആൻഡ് ആൽവിൻ ഹെൻറി ജോർജ്, മെഹ്റീൻ V മുസ്തഫ, പത്മിനി MG, ആദിത്യൻ ശ്രീകുമാർ, കാർത്തിയായനി A, പീറ്റർ ജിബിൻ IG, ഉഷ S, മിഥുൻ B നാരായണൻ, പാമർ H, വർഷ KP, ഗൗരി തമ്പി P, അഖില ശ്രീധരൻ, തൻസീർ J, രജിത VK, അസ്ലം സുബൈർ, ദിൽഷാദ് റൈഹന T, S സിദ്ധാർത്ഥ്, ക്രിസ്റ്റീന V മാത്യു, സ്വതന്ത്ര തിരുനിലത്ത്, ജോസ് ഫ്രാൻസിസ് കല്ലിയത്ത്, അനിരുദ്ധ് MS, റസിൽ ലോണൻ, അജിത K ഹസൻ, പ്രിയകുമാർ V ആൻഡ് മനു മുരളി T. ഞാൻ ഒന്നുകൂടി പറയാൻ വിട്ടുപോയി. ഇപ്പോഴാണ് അജിത ഹസൻ മാഡത്തിൻ്റെ പേര് കണ്ടത്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സബ് ജഡ്ജിയായിരിക്കുകയും കൊല്ലത്ത് ജില്ലാ ജഡ്ജിയായി ഇരുന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോൾ എൻറോൾ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അജിത ഹസൻ മാഡത്തിനെയും ഈ സത്യപ്രതിജ്ഞ ചൊല്ലി എൻറോൾ ചെയ്യിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാഡത്തിൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ജെയ്സൺ MR, ശ്യാമള വർണ്ണൻ R, സൽരാജ്, ഷാബുൻ അലക്സ് ജേക്കബ്, ഇക്ബാൽ A, ടിജോ ചാർലിൻ, C യമുന മേനോൻ, ട്രീസ ആൻ ബെന്നി, ജോസ് ജേക്കബ്, ജെയിംസ് മാനുവൽ, മുഹമ്മദ് റൌഫ് OP, ഐഷ ജാൻസി, ശിവരാമൻ G, ലിജു B നായർ, ജിനദേവ് K കാർത്തികേയൻ, തോമസ് സ്റ്റീഫൻ, സന്ദീപ് സുകുമാരൻ, സൈനുൽ സാബ്ദീൻ KA, കൃഷ്ണകുമാർ TP, ജ്യോതി R കൃഷ്ണൻ, ആര്യ ജോസഫ്, V ശോഭനകുമാർ ആൻഡ് നിത നജീബ്, അലീഫ് മുഹമ്മദ്, കൃഷ്ണ SS, TR വിഷ്ണു, അജൽ PR, വഫ ഖദീജ, മുഹമ്മദ് സുഹൈൽ KH, മുഹമ്മദ് അംജദ് KM, വിനയ് ജോൺ AJ, പ്രജീഷ് PS, വിഷ്ണുമോഹൻ VM, ഹരീഷ് ബാബു NR, അമൽനാഥ് EK, ലക്ഷ്മി ബാബു, ചിഞ്ചു T, ദേവി V നായർ, ശ്രേയ മോൾ സജീവ്, പാർവതി P റോമി, ഷെർലി PV, ഷിബു വർഗീസ് P, അജയ് ശർമ്മ S ആൻഡ് ഷബീർ M. മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. ഒരു ബിജു ആഗസ്റ്റിൻ 1413 ബിജു അവിടെ ഇരിക്കുന്ന കാണാൻ കുഴപ്പമില്ല, ആരെയും മാറ്റണ്ട, അവർ കാണാനിരിക്കുകയല്ലേ. അല്ല, ഞാനിത് പറയാൻ കാര്യം ഞാനൊരു നാട്ടുകാരനായതുകൊണ്ടാണ്. കറുകച്ചാൽ എന്ന സ്ഥലം കണ്ടതുകൊണ്ടാണ്. ഇത് തൊട്ടടുത്ത് കടയിലിക്കാരെന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. എൻ്റെ നാട്ടുകാരെയൊക്കെ ഞാൻ തന്നെ എൻറോൾ ചെയ്യിക്കുന്നു, സത്യവാദം ചൊല്ലി കൊടുക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യമായതുകൊണ്ടും ബിജു അഗസ്റ്റിൻ കറുകച്ചാലുകാരനാണെന്ന് നമ്മുടെ എൻറോൾമെൻറ്റ് കമ്മിറ്റി ചെയർമാനും കേരളത്തിൽ ഏറ്റവും അധികം ജുഡീഷ്യൽ ഓഫീസർമാരെ സംഭാവന ചെയ്യാൻ ആവശ്യമായ അധ്യയനം കൊടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് P സന്തോഷ് കുമാറാണ് സൂചിപ്പിച്ചത്. ഗോകുൽ അശോക്, രാഹുൽ R മേനോൻ, ഐബൽ മാത്യു സിബി, സുബ്രഹ്മണ്യൻ P, ജിനേഷ് ചന്ദ്രൻ M, ബിജു അഗസ്റ്റിൻ, ശ്യാം പ്രകാശ് M, ആൽവിൻ അലക്സ്, കാവ്യവർമ്മ MM, ലിജോ P ജോസ്, കീർത്തന S രാഗ്, സാന്ദ്ര S ചന്ദ്രൻ, രഞ്ജിത്ത് RS,
ആസാദ് ഷാ എം, അസ്ലാം അഹമ്മദ് സാർ, ടാഷ ബി ജോസഫ്, ഭരത് മോഹൻ, ഊർമിള എം ജി, ആൽബർട്ടോ ഫ്രാൻസിസ് എം ജി, അൽഫോൻസ തോമസ്, ഇന്ദ്രജിത്ത് എസ് കൈമൾ, അരവിന്ദാക്ഷൻ ടി പി ആൻഡ് റഫീസ് നൂർ, സൗരവ് സുനിൽ കെ, ടെസി എ ബി, രാഹുൽ കൃഷ്ണൻ യു എസ്, ജിൻസാബ് എം പി, സി എ ഐഷ മെഹറിൻ, രഘുവരൻ ആർ, ബിന്ദു എസ്, നിസാർ കെ എസ്, വിവേക് എച്ച് ദാസ്, ജയചന്ദ്രൻ കെ എ, മറിയം ഹസൻ, വേണു എൻ ആർ, ആബേൽ ഡേവിഡ്, ഡോണ മേരി ജെ, അച്യുതൻ കെ, ആദിൽ ഹാരിസ്, ഫയാസ് സുധീർ മുഹമ്മദ്, നന്ദ സുരേന്ദ്രൻ, മരിയ പോൾ ആൻഡ് ധന്യ പ്രസാദ്. സ്വാതി ജഗദീശൻ, അരുൺ രാജു, ആൽബിൻ എ ജോസഫ്, നന്ദ സനൻ, ഹരിലാൽ എസ് കെ, സെലിയ സന്തോഷ്, റീനു കെ മാത്യു, ജെറിൻ ജോസഫ്, അമിത് കെ എസ്, ഗിരീഷ് കുമാർ വി സി, സായി പ്രിയ എസ്, മജീദ് ബി വൈ. All are enrolled. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे, जय 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 हे।